സവിധേ ഉൾപ്രാകാരേ ദൈവിക കാന്തിയെഴും സുതവാസാകാരേ ഇന്നാൾ സ്മൃതനാമീശ്രേ ഷ്ടാചാര്യനെ നീ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ കടപരിഹാരം നാഥ നീ ഏക കുറവുകൾ പോക്കുക മശിഹാസൂനോ നാഥ വിമലാത്മാവാ ദേവാ പാപം പോക്കി മുഖകാന്തിയതേക. വാണരുളും പരിപാവനനാം പരിശുദ്ധ പാപികളാകും പതിതരിതാ വന്നണയുന്നു പദകാരിൽ പ്രാർത്ഥിക്കങ്ങൾക്കാ. നോമ്പുപവാസങ്ങളതാൽ ശുദ്ധതയിൽ സ്ഥിതി ചെയ്തോനാ ബാല്യം മുതലേ ഈശനു വേണ്ടി സമർപ്പിച്ചോൻ തിരുമേനി അർത്ഥിക്കങ്ങൾക്കാ. പുണ്യം നേടാൻ ഞങ്ങൾ അണയും ദേവം കബറിങ്കൽ മസിഹാ കൃപ ചെയ്തിടാനായി അർത്ഥിക്കാം ഞങ്ങൾക്കായെന്നും. മശിഹാതൻ ശോഭയതാൽ ചാരുതയാർന്നൊരു പാവനനെ ശോഭിതരാവാൻ അജഗണമണയുടയിൽ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായെന്നും. സ്വർഗരാജ്യ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ സുതനെ ഭൂവിലയച്ചവനെ സുരവര സംഹിത നായകനെ സ്വജനത്തിനു വരദായകനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു,
അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. പാർക്കുമോറത്യുന്നതനുടെ മറവിങ്കൽ ഹല്ലേലൂയ. ദേവേശൻ തന്നിഴലിലിരിപ്പോൻ സംസ്തുത്യൻ. ബാറക്കുമോർ കർത്താവോടുര ചെയ്തിടും അവൻ. ഹല്ലേലൂയ. ശരണവുമൻ ഗതിയാം പരനും നീ. പ്രതികൂലതയിൻ കണിയിൽ നിന്നും ഹല്ലേലൂയ. പാഴ്വചനത്തിൽ നിന്നും കാക്കുമവൻ. തൂവലുകൊണ്ടവനം ചെയ്തു മറയ്ക്കും ചിറകുകളാൽ. ഹല്ലേലൂയ. ആയുധമായി ചുറ്റും നിന്നെ തിരുസത്യം. രാവിൻ ഭീഷണിയാൽ ഭയമാർന്നീടാ. ഹല്ലേലൂയ. പകലിൽ പാറിടും അസ്ത്രത്തിൽ നിന്നും രാത്രിഞ്ചരമാം വചനത്തിൽ നിന്നും. ഹല്ലേലൂയ. ഉച്ചയിലൂതും കാറ്റിൽ നിന്നും. നിൻ പാർശ്വത്തായിരമായിരമായി നിപതിക്കും. ഹല്ലേലൂയ. 10,000 നിൻ വളമാം ഭാഗത്തും. നിന്നരികത്തണയാനെളുതല്ലവരാൽ. ഹല്ലേലൂയ. ദർശിക്കും നീ നിൻ ദൃഷ്ടികളാൽ. കാണുമധർമ്മം ചെയ്യുന്നവരുടെ പ്രതിപകരം നീ. ഹല്ലേലൂയ. എൻ ശരണം കർത്താവായതിനാ. നിൻ പാർപ്പിടമുയരങ്ങളിലാകുകയാൽ. ഹല്ലേലൂയ. നിന്നെ അധർമ്മം തീണ്ടുകയില്ല. നിൻ കൂടാരത്തോടു ദണ്ഡനമാർന്നീടാ. ഹല്ലേലൂയ. നിന്നെ പ്രതിമാലാഖകളോടവൻ ആജ്ഞാപിക്കും. മാർഗങ്ങളിൽ അഖിലം നിന്നെ പരിരക്ഷിപ്പാൻ. ഹല്ലേലൂയ. നിന്നെ ഭുജങ്ങളിൽ അവരേറ്റിടുവാനാ. നിൻ പാദത്തിനിടർച്ച ഭവിക്കായ്വാൻ. ഹല്ലേലൂയ. സർപ്പം വിരിയൻ പാമ്പിവയെ നീ മർദ്ദിക്കും. കേസരി നക്രങ്ങളെ നീ തട്ടിമെതിക്കും. ഹല്ലേലൂയ. പരിരക്ഷിച്ചു ബലം നൽകും ഞാനവനെന്നെ തേടുകയാ. എൻ നാമമറിഞ്ഞെന്നെ വിളിച്ചതിനാ ഞാൻ ഉത്തരമരുളും. ഹല്ലേലൂയ. പീഠയിൽ അവനോട് ചേർന്നമരും ഞാൻ. ബലവാനാക്കി ബഹുമാനിച്ചിടും അവനെ ഞാൻ. ഹല്ലേലൂയ. നെടുനാളേക്കവനു കൊടുക്കും ഞാൻ സംതൃപ്തി. എൻ പരിരക്ഷയെ ഞാൻ അവനെ ദർശിപ്പിക്കും. ഹല്ലേലൂയ. ഗിരിയതിലേക്കൻ നയനങ്ങളെ ഞാനേറ്റിടും. ആഗതനായിടും എവിടുന്നൻ ആശ്രയമായോൻ. ഹല്ലേലൂയ. എന്തുണ കർത്താവിൻ തിരുമുമ്പിൽ നിന്നും. വാനിടവും പാരും നിർമ്മിച്ചോൻ. ഹല്ലേലൂയ. നിൻ പാദം വഴുതിടുവാൻ അവനിടയാക്കുകയില്ല. നിദ്രാവശനാകാ നിന്നുടെ കാവൽക്കാരൻ. ഹല്ലേലൂയ. ഇസ്രായേലിൻ കാവൽക്കാരൻ. നിദ്രാവേശവുമില്ലവനിക നിദ്രാഭാരമതും. ഹല്ലേലൂയ. കർത്താവല്ലോ നിന്നുടെ കാവൽക്കാരൻ. വീശും നിഴൽ നിന്നു പരിതലെ കർത്തൻ വലതുകരത്താൽ. ഹല്ലേലൂയ. നിനക്കപകാരം ചെയ്യാം. കാത്തിടും നിന്നാത്മാവിനെ നാഥൻ. ഹല്ലേലൂയ. നിൻ ഗതിവിഗതികളെ പാലിക്കുമവൻ. മേന്മയിലെന്നേക്കും. ഹല്ലേലൂയ.
സ്തുതിയങ്ങേക്കുചിതം ദേവേശാർക്കുമോ. ശുഭകോലാപോലോർവൽറുഹോകാദീശോ. ഉയരപ്പെട്ടവന്റെ മലയിരിക്കനായ കർത്താവേ, അനുഗ്രഹത്തിന്റെ ചെറുകൻ കീഴ് മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് നീയാവുന്നു. ഞങ്ങളെ രക്ഷകനായ ശോശിയാ നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധി മുന്നികളരാവും ഞങ്ങൾക്ക് നീ തരണമേ. അനുഗ്രഹങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമെന്ന് സ്ലീവ ദുഷ്ടൻ അവന്റെ സൈന്യം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മേൽ ആശ്രയിക്കണമേ. നിന്റെ സമാധാനം വാഴ്മാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് സർവ്വരക്ഷയുണ്ടാകണമേ. പ്രസവിച്ച മറിയാവിന്റെയും സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നേക്കും നിന്റെ അടുത്ത് നിർത്താന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയമോത്തമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായങ്ങളുടെ പിതാവേ പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവരമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ജീവനുള്ളവരെ മനുഷ്യരെ പിരിപ്പാൻ വരുവാനിരിക്കുന്നവരും വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സ്തുതിക്കപ്പെടുന്നവരും ജീവൻ വിശുദ്ധിയുള്ള ഏകവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻവലമായി രാജഭാമിനിയോ മോഹിപ്പാൻ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും പാരക്കുമോ. വലറോ ഗാദീശോ ഭാജനമേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അരിവാണ്ടൻ പക്കലപേക്ഷയണക്കേണം അറിയാമിൻ സ്മരണോ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു ദൈവ പ്രസവിത്രീ കന്യകമറിയാമേ
ഉയർന്നോയാൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലായിരോവാതാരേ പറാനീശോ കുരിശും നിൻ മാതൃജനത്തെ പ്രാർത്ഥനയും അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചീടേണം. നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോ പൃഥ്വിയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ ബോല പുറോ വലറൂഹോ കാദീശോ ഓലം വാദാമുൽ ഓലം ഉൽമീനാമേ ഒരു പോലിങ്ങും ഒരു ദീവന്നാസ്യോ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സൗമൻ കാലസ്കുറിയേലായി സോ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനെ ഭാഗ്യമോ ബോല പുറോ വൽ റൂഹോ കാദീശോ സിഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോടാകെ മേലുവാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പിൻകർത്താവോടായി വടികളെയും തൻ കോപത്തിൽ വടികളെയും മായിച്ചീടാം ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ നിന്നഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദിൻമൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും പാർക്കുമോ ശുഭഹോലാപോലപുറോ വലറൂഹോ കാദീശോ മനോലം വാദാമുലോലം വൽമീനാമേ ശുചിയൊടു ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം സൗമൻ കാലോസ്കുരേലായേസോ നിർമ്മലമതകായിൽ കാർത്തൃ സ്നേഹാശുശ്രൂഷേച്ചോര വൈദികരെ പിൻചൊല്ലുമ ഹീരന്മാർ ദേവാകാരെ പാർക്കുമോ ബോലപുറോ വലറൂഹോ കാദീശോ ദേവസുതാദിന്റെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേണമേ മുറിയോരാഹി മേലുവാതാരേ ആചാര്യേശാശകളർപ്പേച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം ദാതാസ്തോത്രം. തിരുമേനിയുടെ 77-ാം ഓർമ്മ പെരുന്നാള് ഇന്നും നാളെയുമായി
പരിശുദ്ധ സഭ ആഘോഷിക്കുകയാണല്ലോ. സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകി, സഭയ്ക്ക് അതിൻ്റെ ഊടും പാവും നൽകി സംരക്ഷിച്ച് അതിനെ ഒറ്റ നസ്രാണി സമൂഹമായിട്ട് വാർത്തെടുക്കുവാനായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച പരിശുദ്ധ പിതാവിൻ്റെ സംഭാവനകൾ ശക്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും നാളെയുമായി നടക്കുന്നതായ പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് തിരുമേനിയുടെ അധ്യക്ഷതയിലാണ് ഈ പെരുന്നാളിൻ്റെ ആലോചന മീറ്റിംഗ് കൂടുന്നത്. ഈ വർഷവും തിരുമേനി തന്നെയാണ് മുൻകൈയെടുത്ത് അതിൻ്റെ ആലോചന മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും കാര്യങ്ങൾ ക്രമീകരിക്കുകയും സമയാസമയം അതിൻ്റെ കാര്യങ്ങളെ എത്രയായി എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് തിരുമേനി തന്നെയായിരുന്നു. പരിശുദ്ധ പിതാവിനെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അഭിയുന്ന പിതാക്കന്മാരെല്ലാവരും തന്നെ ഇന്നും നാളെയുമായി നടക്കുന്നതായ എല്ലാ ചടങ്ങുകളിലും നമ്മളോടൊത്തുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, വന്യ റംബാച്ചന്മാർ, കോറപ്പിസ്കോപ്പമാർ, സിസ്റ്റേഴ്സ്, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്കെയായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ വിശ്വാസികൾ, ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ തീർത്ഥാടനമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വന്യ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ പെരുന്നാൾ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് തീർത്ഥാടനം ആയിട്ട് ഇവിടെ കാൽനടയായിട്ട് ഇവിടെ കടന്നു വരുന്നത് കോട്ടയം ഭദ്രാസനത്തിലെ പാമ്പാടി മേഖലയിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ 3 വർഷമായിട്ട് അവർ നടന്നു വരികയാണ്. ഈ വർഷവും അവർ കാൽനടയായിട്ട് ഇവിടെ നടന്നു വരുന്നു. പ്രത്യേകമായിട്ട് ഈ കാൽനട സംഘത്തെ നയിക്കുന്നതായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കാരമോട്, കാരാട്ടുകുന്നേ പള്ളികളിൽ നിന്നും തീർത്ഥാടകർ നടന്നാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ പള്ളിയിലുള്ളതായ ഈ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ കടന്നു വരുന്നതായ ഈ തീർത്ഥാടക സംഘത്തെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യാം. ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് ഏകദേശം 50 വണ്ടികളോളം ഇവിടെ തീർത്ഥാടകർ 50 വണ്ടികളിലായിട്ട് തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേർന്നു. അഭിയുന്ന തിരുമേനി തന്നെയാണ് ആ തീർത്ഥാടകരെ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചത്. പ്രത്യേകമായിട്ട് ഇടുക്കി ഭദ്രാസനത്തിലെ കടന്നു വന്നതായ തീർത്ഥാടക സംഘത്തോടും അഭിയുന്ന തിരുമേനിയോടുള്ളതായ തിരുമേനിയെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൊച്ചി ഭദ്രാസനം, മുളന്തുരുത്തി മേഖല, കണ്ടനാട് ഭദ്രാസനം, അതുപോലെ വടക്കൻ മേഖലയിൽ നിന്ന് വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായിട്ട് ഇവിടെ തീർത്ഥാടകർ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കോട്ടയം ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് തോട്ടക്കാട് മേഖല, അതുപോലെ തന്നെ പള്ളം മേഖല, അതുപോലെ വടക്കമണ്ണൂർ മേഖല, അതുപോലെ വാകത്താനം മേഖല തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാമായിട്ട് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നു. വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതായ പരുമല നഴ്സിംഗ് സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളും സിസ്റ്റേഴ്സും എത്തിയിട്ടുണ്ട്. അവരെയും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോട് പരിശുദ്ധ പിതാവിനെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യൂസ് അച്ഛനാണ്. അച്ഛൻ നാഗപ്പൂർ സെമിനാരിയിലെ മുൻ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ പഴയ സെമിനാരിയിലെ അധ്യാപകനായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. തിരുവല്ല മുത്തൂർ സ്വദേശി, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മുത്തൂർ ഇടവക അംഗമാണ്. സെമിനാരിയിൽ ഈ വർഷം മുതൽ പഴയ സെമിനാരിയിൽ അധ്യാപകനായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. വേദശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, പ്രസംഗകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അച്ഛന് മലങ്കര സഭയിൽ അറിയപ്പെടുന്നു. അച്ഛനെ പ്രസംഗത്തിനായിട്ട് എല്ലാവരുടെയും നാമത്തിൽ ഈ സമയത്ത് സ്വാഗതം. വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാബ തിരുമേനി, അഭിമന്യ പിതാക്കന്മാരെ, കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, റംബാച്ചന്മാരെ, ഷമ്മാശന്മാരെ,
സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മലങ്കര സഭയുടെ അതിപരിശുദ്ധനായിരിക്കുന്ന ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ 77-ാം ഓർമ്മ പെരുന്നാൾ സാദരം കൊണ്ടാടുവാൻ തക്കവണ്ണമാണല്ലോ നാം ഏവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഈ തരുണത്തിൽ തിരുവചനത്തിൽ നിന്ന് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയായിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരുപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രവും നീതിയായും അനിന്ദ്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്നതുപോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം എന്നുള്ളതിന് 1-ാം തെസലോനിക്ക ലേഖനമാണ് അവകാശമുന്നയിക്കുന്നത്. AD 50-51 കാലഘട്ടങ്ങളിൽ സുവിശേഷങ്ങൾ ഉണ്ടാകുന്നതിന് 20 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളുടെയും പ്രാരംഭ ലേഖനം എന്ന് പറയാവുന്നതാണ് തെസലോനിക്ക ലേഖനം. തൻ്റെ 2-ാം മിഷനറി യാത്രയിൽ പൗലോസ്ലീഹ തെസലോനിക്കയിൽ ചെന്നതും അവിടെ സുന്നഗോഗിൽ യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചതും അതിനുശേഷം അവിടെ ഉണ്ടായ വിവാദവും ഒടുവിൽ തങ്ങളുടെ പ്രാണനെ നേടുവാൻ തക്കവണ്ണം പൗലോസിനെയും ശീലാസിനെയും ബെരോവയിലേക്ക് വിശ്വാസികൾ രക്ഷപ്പെടുത്തി അയച്ചതും അപ്പസ്തോല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. തെസലോനിക്ക എന്ന് പറയുന്നത് 2 സംസ്കാരങ്ങളുടെ സമ്മേളന സ്ഥലമായിരുന്നു. ഇന്ന് സലോനിക്കി എന്നറിയപ്പെടുന്നു. 70,000-ഓളം ആളുകൾ ഇന്നും അവിടെ അധിവസിക്കുന്നു. മക്കദോന്യ രാജാവായ കസാൻഡ്രോസ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിൻഗാമിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവുമായ കസാൻഡ്രോസ് ആണ് ഈ പട്ടണത്തിന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സഹോദരിയും കസാൻഡ്രോസിൻ്റെ സഹധർമ്മിണിയുമായ തെസലോനിക്കയുടെ പേര് നൽകിയത്. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതവും
അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണവും അദ്ദേഹത്തിന് സത്യത്തിന് പേരിൽ നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഓർക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ പോലെ ഈ വാക്കുകൾ തോന്നാതിരിക്കുകയില്ല. പൗലോസ്ലീഹായെ സംബന്ധിച്ച് തെസലോനിക്ക സഭയിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന വലിയൊരു സംഘം ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ധാരാളം ആളുകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് തീർച്ചയായും യഹൂദ മതഭ്രാന്തന്മാർ തന്നെയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വേദഭാഗത്ത് നാം വായിച്ചു കേൾക്കുകയുണ്ടായി. ഒന്നാമത് പറയുന്നത്, പൗലോസ്ലീഹായുടെ ഈ വചനങ്ങൾ തെറ്റായ വാക്കുകളാണ്. ആളുകളെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പുതിയ പ്രമാണം, ഒരു പുതിയ ചരിത്രം പൗലോസ്ലീഹ ആലേഖനം ചെയ്യുകയാണ്. അതുവരെ പിതാക്കന്മാർ കൈമാറിത്തന്ന സത്യത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നു എന്നുപോലും പൗലോസിനെ പറ്റി ഇവിടെ ആരോപണമുണ്ടായി. കാരണം യഹൂദന്മാരുടെ പല മാമൂലുകൾക്കും പല അധികാരങ്ങൾക്കും പല അടിച്ചമർത്തലുകൾക്കും എതിരായി യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് പൗലോസ്ലീഹ പ്രസംഗിച്ചത് എന്നുള്ളതാണ് കാരണമായി ഭവിച്ചത്. രണ്ടാമത് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപദേശം അബദ്ധജടിലവും അശുദ്ധി നിറഞ്ഞതും വ്യാജ പ്രസ്താവനകളുള്ളതുമാണ് എന്നുള്ളതായിരുന്നു. ഇതിനും അപ്പസ്തോലൻ ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. മൂന്നാമത് പറയുന്നു, അദ്ദേഹം ഒരു കൂട്ടം ആളുകളെ പ്രീതിപ്പെടുത്തുവാൻ, ഒരു കൂട്ടം ആളുകളുടെ പ്രീതി സമ്പാദിക്കുവാൻ തക്കവണ്ണം സത്യത്തെ വളച്ചൊടിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ മധ്യയാണ് പൗലോസ്ലീഹ തെസലോനിക്കർക്ക് ഈ ഒന്നാം ലേഖനം എഴുതുന്നത്. പ്രത്യേകിച്ചും 2-ാം അധ്യായം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇവിടെയാണ് വട്ടശ്ശേരിൽ തിരുമേനിയെ നാം പ്രത്യേകിച്ചും സ്ഥാപിക്കേണ്ടത്. പൗലോസ്ലീഹ തെസലോനിക്കാരോട് പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ ഏറ്റവും ഉചിതമായ വാക്യങ്ങളാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരു മനുഷ്യനെയും പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ലേഖനം എഴുതുന്നത് പൗലോസും ശീലാസും തിമോത്തിയോസും കൂടെ ചേർന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുന്നെങ്കിലും പൗലോസിൻ്റെ സ്വയ പ്രഖ്യാപനങ്ങളായി വേണം ഇതിനെ കരുതുവാൻ. മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അതുപോലെ പറയുന്നു, ഞാൻ വ്യാജമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, സത്യമല്ലാതെ ഒന്നും ഞാൻ പ്രസ്താവിച്ചിട്ടില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ അത്ര വാത്സല്യത്തോടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. മറുവശത്ത് ഒരപ്പൻ പ്രബോധിപ്പിക്കുന്നത് പോലെ ശിക്ഷണങ്ങളുടെ രീതിയിൽ, ശിക്ഷണ സമ്പ്രദായത്തിൽ നിങ്ങളെ വളർത്തി. ഒരേ സമയം മാതാവും പിതാവുമായി അമ്മയുടെ വാത്സല്യവും അപ്പൻ്റെ ശിക്ഷണവും, ഇത് രണ്ടും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പൗലോസ്ലീഹായിൽ ഉണ്ടായിരുന്നു. ഇതേ ഒരു വ്യക്തിത്വം തന്നെ വട്ടശ്ശേരിൽ തിരുമേനിയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഒരു ജീവചരിത്രം വളരെ ചുരുക്കമായി പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. 1858 ഒക്ടോബർ മാസം 31 മല്ലപ്പള്ളിയിലുള്ള പൗത്തിക്കുന്നിൽ വട്ടശ്ശേരിൽ കുടുംബത്തിൽ ജോസഫിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി ഈ പിതാവ് ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം